നമസ്കാരം. ഇന്ന് നമുക്ക് പീനട്ട് ബട്ടർ എങ്ങനെ സിമ്പിളായി വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്കറിയാം ധാരാളം പ്രോട്ടീനും കലോറിയും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് പീനട്ട് ബട്ടർ. പക്ഷെ നമുക്കത് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നു. ഇനി നമുക്കത് വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ച് കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. വെയിറ്റ് ലോസിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് പീനട്ട് ബട്ടർ. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് കപ്പലണ്ടിയാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് കപ്പലണ്ടിയാണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. ഇത് പച്ച കപ്പലണ്ടിയാണ്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ നമുക്ക് ഈ കപ്പലണ്ടി ഇതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇത് നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ വറുക്കണമെന്നില്ല, ചൂട് കട്ടിയുള്ളൊരു പാത്രമായാൽ മതി. നമുക്കറിയാം കപ്പലണ്ടി വറുക്കുന്നത് നമ്മൾ കുറച്ച് മണലിട്ടിട്ട് അല്ലെങ്കിൽ കല്ലുപ്പ് ഇട്ടിട്ടൊക്കെയാണ്. ഞാനിപ്പോൾ ഇതൊന്നും എടുത്തിട്ടില്ല. നോൺ സ്റ്റിക്ക് പാനിലായതുകൊണ്ട് അടി അങ്ങനെ കരിഞ്ഞു പോവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ വറുത്തെടുക്കേണ്ടത്. നമുക്ക് എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് ഇത് വറുത്തെടുക്കാം. ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. തീയൊരൽപ്പം കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് വെയിറ്റ് ലോസിനൊക്കെ വളരെ നല്ലതാണ്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് ഈ പീനട്ട് ബട്ടർ. നമുക്ക് തൂക്കം കുറവുള്ള കുട്ടികൾക്കൊക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം കൊടുത്താൽ തൂക്കം വയ്ക്കും. നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കണില്ല. നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നും ഇതിലില്ല. അതുകൊണ്ട് തന്നെ അത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇപ്പം ഇത് നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇനി ഇതൊരു നല്ല വൃത്തിയുള്ള ഒരു തുണിയിലിട്ടിട്ടോ, നമുക്ക് എങ്ങനെയാണോ തൊലി കളയാൻ സൗകര്യം അതുപോലെ ചെയ്യാം. തുണിയിലിട്ടിട്ടാവുമ്പോൾ പെട്ടെന്ന് തൊലി കളഞ്ഞു കിട്ടും. ഞാനിപ്പോൾ ഇത് കൈ കൊണ്ട് തന്നെ നല്ലോണം വറുത്തെടുത്തുകൊണ്ട് കൈ കൊണ്ടാക്കുമ്പോൾ തന്നെ തൊലി പോകുന്നുണ്ട്. തുണിയിലിട്ടിട്ടാണ് കളയുന്നുണ്ടെങ്കിൽ തുണിയിലിട്ടിട്ട് നല്ലോണം കൈ കൊണ്ട് തിരുമ്മി കഴിഞ്ഞാൽ ഈ തൊലി പോവും. എന്നിട്ട് നമുക്കൊരു അരിപ്പയിലിട്ടിട്ട് ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതെടുക്കാം. ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പീനട്ട് ബട്ടറും കൂടി ആയി കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായി. അപ്പോൾ ആ കപ്പലണ്ടി തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ അല്പം പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറ് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അത് ഈ ജാറിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ആദ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഒരു 2 സെക്കൻഡ് പൾസ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇതൊന്നും കൂടെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഒരു 30 സെക്കൻഡ് അരച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രീമിയായ ടേസ്റ്റിയായ പീനട്ട് ബട്ടർ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഇടുന്ന ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.